എന്തായാലും കോഴിക്കോട് ടൗണിൽ ഇങ്ങനൊരു ഊണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനൊരു സ്ഥലം നോക്കിയാട്ടെ, ഫുള്ള് കാട്. എന്തായാലും കയറി ഊണ് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഊണ് മാത്രമല്ല കേട്ടോ, ചോറ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? എനിക്ക് ചോറ് ഞാൻ ചോദിച്ചത്. നല്ല ചൂട് ചോറ് കിട്ടും. സൈഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. അച്ചാറ് വന്നിട്ടുണ്ട്, പേരി, കാബേജ്, പച്ചടി, കറിക്കില്ല കുഴിയപ്പുറത്ത് കറിപ്പുറത്ത്, പപ്പടം, ബീഫ് കുറച്ചല്ലേ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ബീഫ്. ബീഫ് ഇവിടെ ചെറിയ പോർഷൻ ബീഫ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. പേര് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല, ഒന്ന് കാബേജ്. എല്ലാവരും ബീഫ് വാങ്ങുന്നുണ്ട് കേട്ടോ. അച്ചു വച്ചു. അപ്പോൾ ഇതാണ് സംഭവം, ചോറ്, ബീഫ്. അതെ, ചെറിയൊരു പോർഷൻ. ഇപ്പം മീൻകറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, പിന്നെ അല്ലേ മോര് ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടില്ല. നല്ല പച്ചക്കറി, വാഴയ്ക്കൊക്കെ ഇട്ടിട്ടില്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു കറി ഓർമ്മ വരുന്നിട്ട്. നല്ലൊരു ടേസ്റ്റ് അല്ലേ? അതേ ടേസ്റ്റ് കേട്ടോ. എപ്പോഴും വാഴക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ഒരു ഉണ്ട്. അതേപോലെ മീൻകറി ചെറിയ കഷ്ണമൊക്കെ ഉണ്ട്. മത്തി എല്ലാം കൂടി തറച്ചിട്ടൊരു കറി നോക്കാം. തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി. നമ്മുടെ കോഴിക്കോട് എവിടെ വന്നാലും ഇത് റെഡിയാ, മസ്റ്റാ. നല്ല പുളിയൊക്കെ ഉള്ള മത്തി കഷ്ണം കിട്ടും. 2 കറി സെറ്റ് കിട്ടും. ഇനിമ്പൊക്കെ നമ്മളെ സ്പെഷ്യൽ നോക്കാം. കറിയല്ല, റോസ്റ്റും അല്ല. നോക്കട്ടെ. ചോറ പച്ചക്കറീൻ്റെ ഭാഗമാണ് ഈ ബീഫിൻ്റെ കൂടെ സെറ്റ്. നോക്കട്ടെ, ഇങ്ങോട്ട് എടുക്കുക. ഒരു പപ്പടം കൂടി വെക്കാം അല്ലേ? കഷ്ണം പപ്പടം വെക്കുക. മിക്സാക്കുക. നോക്കട്ടെ. അടിപൊളിട്ടോ. പിന്നെ പച്ചടി, അങ്ങനത്തെ സാധനങ്ങൾ. പച്ചടിയും ബീഫും കൂടി ഒന്ന് പിടിച്ച് നോക്കട്ടെ. ബീഫ് ശരിക്കും ഒരു എന്താ പറയുക, ക്വാണ്ടിറ്റി ധാരാളം. ഒരു ചോറിന് കഴിക്കുമ്പോൾ ശരിക്കും വലിയ പ്ലേറ്റ് 100-120 രൂപേൻ്റെ വാങ്ങണ്ട അല്ലേ? അവിടെ അതിൻ്റെ കൂടെ കാബേജ്, പച്ചടി, ബീഫ് എല്ലാം കൂടി മിക്സാക്കിയിട്ട് പൊളി. ഞാൻ ഇതിനിടയ്ക്ക് ഇത്തിരി മോര് വാർന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി വയ്ക്കട്ടെ. അല്ല, പുളിയില്ല, പുളിയൊക്കെ ഉള്ള മോര. എനിക്ക് ഒന്ന് തൈര് അടിച്ചാന്ന് തോന്നുന്നു. അവിടെ എന്തായാലും നാടൻ മോരല്ല. മിക്സാക്കി അതിൻ്റെ അച്ചാറും വെക്കല്ലേ, മാങ്ങ കേട്ടോ. അങ്ങനെ അവിടെ മിക്സാക്കിയിട്ട് ഇതാ. ആ മോരിൻ്റെ ചെറിയൊരു പുളിയും ആ ഒരു മാങ്ങ കഷ്ണം കൂടെ ആയപ്പോളേ സെറ്റ്. ഒരു മീൻ പൊരിച്ചൂടെ വാങ്ങിക്കോ. അവിടെ പൊരിച്ചല്ലേ? മത്തി ഉണ്ടോ? മത്തി മറ്റേ അയിലല്ലേ? മത്തി ഒരു ഭംഗിക്ക് മത്തിയും കൂടി ഇരിക്കട്ടെ. ചെറിയ മത്തിയിട്ട്, വലിയ വലുപ്പമുള്ള മത്തിയല്ല, ഒരു മീഡിയം സൈസ്. എന്തായാലും ചോറ് അടിപൊളി, കറികളും അടിപൊളി, ഒരു പൊരിച്ച മീനും കൂടി. അപ്പോൾ അതിങ്ങനെ ഫിനിഷാക്കട്ടോ. എപ്പോഴും ഇതാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സദ്യ കഴിക്കുമ്പോൾ കുറച്ച് വാങ്ങുക, ആവശ്യത്തിന് വാങ്ങുക, എന്നിട്ട് അത് തീർക്കുക. അല്ലാണ്ട് നമുക്കിത് അളവ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വാങ്ങുക, ഇല പഠിച്ച് കഴിക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു തൃപ്തി എന്ന് പറഞ്ഞാൽ അല്ലേ? ഒരു ഗ്ലാസ് തന്നാലും നന്നായിട്ടോ. ഒരു സുഖമുണ്ട് കുടിച്ചിരിക്കാൻ.
അതെ അടിപൊളി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ തറവാടിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അല്ല, കുറേ വണ്ടിയൊക്കെ നിർത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പഴയ വീടാൻ മറ്റാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഒരു ചായക്കടയും കൂടി സെറ്റാക്കിയില്ലേ, വൈകുന്നേരം വന്ന് ചിലവഴിക്കാൻ നോക്കാം അവർ ചെയ്യട്ടെ. ഇപ്പം അങ്ങോട്ട് വരാൻ നമുക്ക് എളുപ്പമാണ്. നമ്മളെ കോഴിക്കോട് പുതിയ ഗോകുലം മാളില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. നമ്മളെ സൂര്യ സിൽസിലേക്ക് നമ്മളെ കനാലിൻ്റെ സൈഡിൽ കൂടെ ആ റോഡിന് നേരെ അങ്ങോട്ട് വന്നാൽ ഇതാ ഈ ഒരു ഗേറ്റും ഈ ഒരു ബോർഡും ഒക്കെ കാണാം. നമ്മളെ കയർ സൊസൈറ്റി ക്യാൻറ്റീൻ എന്നുള്ള ബോർഡ്. ആ റോഡിന് നേരെ അങ്ങോട്ടുള്ള ഒരു 100-120 മീറ്റർ 150 മീറ്ററുള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ അതൊരു സുഖമാണ് നടക്കുക, രണ്ട് സൈഡിലും കാടൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ചായൻ്റെ പരിപാടിക്കാണെങ്കിലേ വൈകുന്നേരം ഒരുപാട് പേര് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നുമില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ ചോറ് എന്താ പരിപാടി. എന്തായാലും അടിപൊളി കേട്ടോ. ഒരു അന്തരീക്ഷം മൊത്തത്തിൽ ഊണും അതേപോലെ കൊടുക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, മൊത്തം കാട്, കണ്ടൽക്കാട്, വെള്ളം, കനാലിൻ്റെ ഭാഗമാണുള്ളതൊക്കെ വരുന്നത്. ഒരുപാട് വണ്ടിയൊക്കെ നിർത്താനുള്ള സ്ഥലമുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി. ഒരു പഴയ തറവാടിനൊക്കെ മുറ്റത്തിരിക്കില്ല, ആ ഒരു ഫീൽ അതിൻ്റെ ഉള്ളിലാണ്. നല്ല തണുപ്പൊക്കെ ആയിട്ട് ടൗണിൽ തന്നെയാണ്, പക്ഷേ ഉള്ളിലേക്കാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടും. അപ്പോൾ ശരി.